ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാനൊരു കുക്കിംഗ് ആയിട്ട് വന്നിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് മെലഡിക്ക് പോവാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സംഭവം. എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെ എനിക്കിന്ന് വിശന്നപ്പോൾ ഞാൻ ബ്രെഡ് തിന്നാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ പോകുന്ന സാധനമാണ്. ഇതൊക്കെ എന്നെ അമ്മയാണ് സഹായിച്ചത്. ഈ 4 ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ പച്ചപ്പണികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സംഭവം. ഞാൻ ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടു. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ. സബോള സബോള, പിന്നെ പച്ചമുളക് കുറച്ചെടുത്തുള്ള, കാരണം എനിക്ക് നല്ലവണ്ണം എരി, അതുകൊണ്ടാണ്. പിന്നെ തക്കാളി. ഇതൊക്കെയാണ് ഉണ്ടാക്കുന്നത്. 2 എണ്ണം ഉണ്ടാക്കുന്നുണ്ട്. എന്താണെന്ന് ഞാൻ പറയുന്നില്ല, വഴിയെ മനസ്സിലായിക്കൊണ്ടു. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൽ ഇനി എന്താ പറയുക, ടൊമാറ്റോ സോസ് ഒഴിക്കണം. അപ്പോൾ ഇത് നല്ല തണവോടെയാണ് ഒഴിക്കുക. മയോണീസ് ഇല്ലാത്തതുകൊണ്ട് ഇതാണ് ഒഴിക്കുക. അമ്മയ്ക്ക് അറിയേണ്ട അളവ് മതി തരുമായിരിക്കും. തരുന്നില്ലെങ്കിൽ ഉണ്ടാക്കാം. ഇത്തിരി കൂടെ ഒഴിക്കണം. കുറച്ചും കൂടെ ഒഴിച്ചോ, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബുൾസ് ഇതാക്കണം. അതൊക്കെ അമ്മയാണ് ചെയ്തിട്ട്. ബ്രെഡ് ബുൾസി ഉണ്ടാക്കണം. അതോ ബുൾസ അല്ല, ഓംപ്ലേറ്റ്. പ്ലെയിനാ? ഒന്നും ഇടണ്ട. ഇത് ഉണ്ടല്ലോ, ഒന്നും ഇടണ്ട. ഇത്തിരി മുളക് ഇടണ്ട, മഞ്ഞപ്പൊടി ഇട്ടാൽ മതി. അപ്പം അതിൻ്റെ ടേസ്റ്റ്. ഇതിൽ മുളക് ഉണ്ടല്ലോ ഓർഡർ, ഇത്ര മതി. ടേസ്റ്റ് ഉണ്ടാകണം. ഓക്കെ. അപ്പോൾ ഇനി എന്താണ് ഈ ബുൾസ് എന്നിട്ട് മുട്ട ഇതാക്കണം. ഞാൻ പൊട്ടിക്കാം. മതി, ഇനി ഉണ്ണീനെ ഏൽപ്പിക്കണ്ട. നല്ലവണ്ണം പതിഞ്ഞു. ഇനി നമുക്ക് ഇനി അത് ഒഴിക്കാം. മുടക്കല്ലിതാ ചൂടായിട്ടിരിക്കണം. അതാണ് വയ്ക്കുക. പൊട്ടിത്തെറിക്കോ? ചൂടായിട്ടില്ല. അതൊന്ന് പരട്ടാ. നമുക്ക് ഇത് പരട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഫ്രൈ പാനല്ലേ. ഓക്കെ. ഇനി മുട്ട ഒഴിക്കുന്ന ഞാൻ സ്വന്തമായി കഴിക്കുക മുട്ട. ഞാൻ കലക്കിയത് നീ കലക്കല്ലോ, മതി. അങ്ങോട്ട് പിടിക്കും. ഓക്കെ. നല്ലവണ്ണം പരത്തും. അധികം വേഗം പരത്തും. അധികം കട്ടിയും വേണ്ട, അധികം ഇതാവാൻ പാടില്ലേ. കട്ടി വേണം, അധികം ഇതാവാൻ പാടില്ല. എന്താ പറയാ, ഇത്ര മതി. കറക്റ്റ് ആവശ്യത്തിനുള്ളത്. അയ്യോ ഇല്ലേ. എന്തായാലും ഇങ്ങനെ തന്നെ നമ്മുടെ വേണ്ടത്. ഇനി നമ്മൾ ബ്രെഡ് ചൂടാക്കണം. തുണ്ട് വരാം. ബട്ടർ ചെയ്താണ്, എണ്ണ, നെയ്യും ഞാൻ കൂടുതലും പെട്ടെന്ന് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചാൽ എവിടെ നിന്ന് ബട്ടർ ഉണ്ടാവണം? ഇവിടെ ബട്ടർ ഞാൻ നെയ്യാവും. ചായ കുടിക്കുന്ന നേരമാകുമ്പോൾ ഓരോന്ന് തോന്നുകയല്ലേ. ഞാൻ ശരിക്കും ബ്രെഡും ജാമും എല്ലാം കൂട്ടി തിന്നാന്ന് വെച്ചാൽ പിന്നെയാണ് ഒരാഗ്രഹം. 2 എണ്ണം ആക്കാമ്മ. ഇത്തിരി മുറിയട്ടെ അമ്മ. ഇനി ആ മുട്ട നോക്കിയ ഒന്നും കൂടി വേട്ടെ. അപ്പോൾ ഞാൻ മര്യാദയ്ക്ക് മുട്ട ബ്രെഡും ജാമും കൂട്ടി തിന്നണ്ടായിരുന്നു. പിന്നെ ഞാൻ യൂട്യൂബിൽ കണ്ട സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടാക്കാം. പക്ഷെ അവരുണ്ടാക്കുന്നത് വേറെ മോഡൽ. ഇത്തിരി കരിഞ്ഞ പോലെ ആവരുത്, ഒരു ടേസ്റ്റ് ഉണ്ടാവും. എന്തൊക്കെ ഇട്ടിട്ട് മറിച്ചിടണ്ടേ മുട്ട? അവർ നിങ്ങൾ കുറേ മയോണൈസൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ മയോണൈസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. മയോണൈസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇപ്പോൾ ഉണ്ണി പറഞ്ഞുകൊണ്ട് മിക്സി ഉണ്ടാക്കാൻ പറ്റില്ല. ഈ ഒരു ഭാഗം മാത്രമേ ഇല്ലാത്ത. അതിലേക്ക് നമ്മുടെ ബ്രെഡ് ഇതാവാൻ പറ്റും. അവർ പക്ഷെ ഉണ്ടാക്കുന്നത് വേറെ മോഡലാണ്. അപ്പോഴാണ് എനിക്ക് വേറൊരു മോഡൽ ഉണ്ടാക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഈ ടൊമാറ്റോ സോസ് ഇത്തിരി കൂടെ ആവട്ടെ. അതിനെ ഡ്രൈ ആവില്ലേ മുരിഞ്ഞ? അത് കുഴപ്പമില്ല, ഇത്തിരി ആവട്ടെ, നോക്കാം. ഇനിയും മുട്ട മുറിക്കണ്ടേ? ഞാൻ മുടി തിരിച്ചിട്ട്
മതി മോളെ. അത്ര മതി. ഈ പ്ലേറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ 2 ബ്രെഡ് ആയിട്ടുണ്ട്. ഇനി അടുത്ത 2 ബ്രെഡില്ലേ, അപ്പോൾ അടുത്ത ബ്രെഡ് നമ്മളാക്കാൻ പോണ്. ഓരോരോ റൗണ്ട് പോലെയാണ്. അപ്പോൾ എന്തായാലും അതാവട്ടെ. അപ്പോഴേക്കും നമ്മുടെ മിക്സ്ചർ ഇവിടെ റെഡിയുണ്ട്. ഓൾറെഡി 2 ഉണ്ടാക്കിന്, ബാക്കി 2 നമ്മൾ ഉണ്ടാക്കണം. ചായ കൂടി ചൂടാക്കരുത്. ചായ ഉണ്ടാക്കരുന്നില്ലേ? എന്താകുന്ന മയണീസ് ആകുമ്പോഴേ ഇത്തിരി മധുരം ഇതൊക്കെ ആകുമ്പോഴേ ഇത്തിരി കൂടി നല്ല ക്രീമി ടെസ്റ്റ് ഉണ്ട് മയോണീസ് വെച്ചിട്ട്. പക്ഷെ ചിലർ ബട്ടർ ഇടാണ്ട് മയോണീസ് മാത്രം ഇട്ടൊന്നും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ മയോണീസ് ഉണ്ടാക്കാൻ പറ്റും. അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം. അപ്പം എന്തായാലും അടുത്ത റൗണ്ട് ബ്രെഡ് ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ താണ്ട അടുത്ത റൗണ്ട് ബ്രെഡ് ഇപ്പോൾ വരും. എൻ്റെ ചൂട് ഇനി വേണം. അപ്പം നമ്മുടെ സംഭവങ്ങൾ റെഡിയല്ലേ. ഇനി മുട്ട എടുക്കണ്ട. മുട്ട വെക്കില്ല. ഞാൻ മുറിക്കാം. എനിക്ക് അതിപ്പോൾ പൊട്ടിക്കണം. അതിപ്പോൾ ഈ പ്ലേറ്റിലേക്ക് ഇടും. എന്നിട്ട് അത് ചെയ്യാനാ വേറൊരു മോഡലാക്കാനാ ഇടും. നമുക്കും പല മോഡലുകളാവാമല്ലോ. ജസ്റ്റ് സമയം വേഗം വേണ്ട ഇത്തിരി കൂടെ കേൾക്കും. അപ്പോൾ ഇത് മൊത്തം അങ്ങനെ സാൻഡ്വിച്ച് പൊടിഞ്ഞെടുക്കുക. സ്മൈല് വേറെ. അതെ, സ്മൈല് വരയ്ക്കണമെങ്കിൽ ഇത് ലൂസ് ആവണം. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ. ലൂസ് തന്നെയാണ്. പക്ഷെ അത് പെട്ടെന്ന് ഇങ്ങനെ പുള്ളി എന്തായാലും ആവട്ടെ. വെറുതെ ഞാൻ അങ്ങനെ ചെയ്തൊന്നുമല്ലോ, ആവശ്യമൊന്നുമില്ല. വെറുതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ രീതിയിലാണ് ഞാൻ ചെയ്യുന്നല്ല. ഇത് വെച്ച് ടേസ്റ്റ് ഉണ്ടാവണാവോ? ഓക്കെ, ഇനി നമുക്കിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ജാമൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത്. ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കി കഴിച്ചപ്പോലെ. ബ്രെഡ് ഓംലേറ്റ് അത് മുമ്പ് ടേസ്റ്റാണ്. ഉള്ളി ഒന്നും ഇടില്ല. അതാണ് അമ്മ പറഞ്ഞ കാര്യം. നമുക്ക് കുറച്ച് വെച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു മുട്ട വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ അതാണ് എൻ്റെ ഒരു ബുദ്ധി. എന്താണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ സാധനമില്ല, അത് ഇനി എപ്പോഴെങ്കിലും ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇടുന്നതായിരിക്കും. നോക്കിക്കോ. അപ്പോൾ നമ്മുടെ ഈ മുട്ടയാണ്. ഇത് നമുക്കിനി അതിൻ്റെ കറക്റ്റ് ഒരു ഇതിൽ വെക്കണം. കറക്റ്റ് ഇതിൽ വെക്കണം. ഇനി എങ്ങനെയാണ് വെച്ചെടുക്കുന്നത്. അപ്പോൾ ഇത്തിരി പുറത്തേക്കൊക്കെ തള്ളി നിൽക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. എനിക്ക് വിചാരിക്കുന്ന കുറച്ച് സോസ് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ വീണ്ടും ഇതേ പരിപാടി ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ ഒരു കടിക്കുമ്പോൾ ഒരു ഇതുണ്ടാവും എന്നുള്ളതുകൊണ്ടാണ്. നമുക്ക് ബ്രെഡ് വെച്ച് അടിച്ച് കൊടുക്കുക. ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുമ്പോൾ കാണാൻ തന്നെ ഒരു രസമില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി നമുക്കിത് ഇങ്ങനെ വെട്ടും. എങ്ങനെ വെട്ടണം? ഇങ്ങനെ വെട്ടും. ഇങ്ങനെ ത്രികോണം പോലെ വെട്ടും. അപ്പം 4 പീസായി കിട്ടും. അപ്പം എത്ര പേർക്ക് വേണമെങ്കിൽ അപ്പം കുറച്ച് നേരം അങ്ങനെ വെക്കും. സെറ്റ് ആവട്ടെ. ഓക്കെ, അപ്പം 2 റെഡിയാക്കി ഒരെണ്ണം റെഡിയാക്കി. അപ്പോൾ ഇതും കൂടി നമ്മൾ റെഡിയാക്കിയിട്ട് കാണിച്ചു. ഇനിയിപ്പോൾ ഇത് നമുക്ക് റെഡിയാക്കാം. ഇത് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. കറക്റ്റ് ഇത് തന്നെയല്ലേ എന്നാൽ കറക്റ്റ് രണ്ടെണ്ണത്തുള്ള ഇത് തന്നെ. ഇത്തിരി പാടാണ്. സോസ് ഒഴിച്ചില്ലേ? സോസ് 2 വേറെ വേറെ മോഡലാക്കാലോ. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് സോസ് വയ്ക്കും. ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുമ്പോൾ തന്നെ കാണാൻ ഭംഗി. അപ്പോൾ സോസ് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. തന്നെ റെഡിയാണ്. ടേസ്റ്റൊക്കെ ഒന്ന് തന്നെയാണ്. നമ്മൾ വെറുതെ ഇങ്ങനെ മാറ്റം ചെയ്യുന്നല്ലോ മോഡൽ. എന്താകുമോ ടേസ്റ്റ്. അടുത്ത പ്രാവശ്യം ഞങ്ങൾ എന്തായാലും മയോണൈസ് ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും. എനിക്കൊരു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു രസമാണ്.
വല്ലതും ഇങ്ങനെ ഉണ്ടാക്കി തിന്നെ വൈകുന്നേരം. റെഡിമെയ്ഡ് കടയിൽ നിന്ന് ബജ്ജിയൊക്കെ വാങ്ങിയതിന് പകരം. ഓക്കെ, അങ്ങനെ കറക്റ്റ് അളവിനുള്ള നമ്മുടെ ഇത് ആയിട്ടുണ്ട്. പരത്തത് അതിനെക്കാളും കൊടുത്ത് ഇതാറാം. ഓക്കെ, അടുത്ത മുട്ട നമുക്ക് വെക്കണം. എനിക്കൊരു ആഗ്രഹം, ഇതിപ്പോൾ രണ്ട് നിലയാക്കിയില്ലേ, അപ്പോൾ ഇതിപ്പോൾ ഇനി ഇങ്ങനെ ഇത് ഓരോ പീസും കൂടി ഇങ്ങനെ മുറിച്ചിട്ടേ ഒരെണ്ണം ഇങ്ങനെ വെച്ചിട്ട് വീണ്ടും ഒരു ബ്രെഡ് വെച്ചിട്ട്. നീ അത്രയൊന്നും കഴിക്കില്ല. അതല്ല, ഞാൻ ഇത്തിരി വെറൈറ്റി നോക്കാനാ. ഞാൻ മാത്രമല്ല കഴിക്കണേ, ഇവിടെ പലരും ഉണ്ടല്ലോ കഴിക്കാൻ. ഞാൻ മാത്രമല്ല, എല്ലാവരും കഴിക്കും. ഞാൻ പറഞ്ഞുതരാം എങ്ങനെ. ഈ ബ്രെഡിന് ഇപ്പോൾ വെച്ചിട്ട് ഇനി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെ വല്ല വെറൈറ്റി കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവും. എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യാൻ നിൽക്കാൻ പാടില്ല. ഇനിയിപ്പോൾ ഇത് വെച്ചു. അയ്യോ, സോസ് വെക്കാൻ. സോസ് വെച്ച് ഇത്തിരി കൂടി തിന്നുമ്പോൾ ടേസ്റ്റ് മതി. സോസ് വയ്ക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഇനി ബ്രെഡ് ഇങ്ങനെ വെക്കുക. ഓക്കെ, ഇനി സോസ് വയ്ക്കുക. അതിൻ്റെ അയ്യോ, സോസ് വയ്ക്കുക. അത്യാവശ്യം സോസ് വയ്ക്കുക. ഇപ്പം 2 സാൻഡ്വിച്ച് 2 മോഡലായല്ലോ. അതിനല്ല ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ഇത് വയ്ക്കുക, സോസ് അതിൻ്റെ മേലെ വയ്ക്കുക. അത്ര തീർന്നു. ഇത് 3 നില, അത് 2 നില. ഇനി ഇതൊന്ന് ഇങ്ങനെ അമർത്തി എൻ്റെ വയ്ക്കുക. 2 കിട്ടും. അപ്പോൾ ഇനി ഞങ്ങളിത് ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ മേലെ വല്ല സ്മൈലെങ്ങാനും വെക്കാൻ നോക്കുകയാണ് ഞാൻ. നടന്നു മതി. ഞാൻ സഹായിക്കണോ? അയ്യോ വേണ്ട, എനിക്കത് പ്രശ്നം. ഇനി സ്പൂൺ ഉണ്ടാക്കുന്ന കിട്ടണില്ലെങ്കിൽ നടക്കൂന്നേ. ഇത് റെഡി കണ്ടോ? പൊളി എനിക്കിഷ്ടായി. നന്നായിട്ട്. പിന്നെ രണ്ടാമത്തെ നമുക്ക് ഇത്തിരി സാഡായിട്ടുള്ളാക്കിയല്ലോ. വേണം പറ, ഏതെങ്കിലും മോഡൽ ഉണ്ടാക്കിയോ? വേണ്ട, സ്മൈൽ തന്നെ ഇരിക്കട്ടെ. വേണോ? ഒരു ഹാർട്ട് വെച്ചാലോ? വേണ്ട, കൊളാക്കണ്ട. സോസ് കൊണ്ടായതുകൊണ്ട് എങ്ങാനും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ ഹാർട്ട് ചതുരാവും. ഓക്കെ, ഒരു കണ്ണ് റെഡി. ഇത്തിരി കുഞ്ഞിതേ ഒക്കെ റെഡി. അയ്യോ, ഇനി നമുക്കിങ്ങനെ സങ്കടം വരച്ചു കൊടുക്കാം. അയ്യോടാ, എന്ത് രസമാണ്. ഇത് സങ്കടം, സന്തോഷം. അയ്യോ, ഒരാളെ ചിരിച്ചിട്ടിരിക്കണ, ഒരാളിങ്ങനെ നോണ്ടിരിക്കണേ. എന്താ പറയാ, ഇത് 2 നില അതിൻ്റെ സങ്കടം. 3 നില ഇതിൻ്റെ നില. എത്ര നില? 3 നില. നല്ല രസമുണ്ടല്ലോ അതിങ്ങനെ സോസൊക്കെ ഒലിച്ച് വരുമ്പോ. ബട്ടറും കൂടി വേണമായിരുന്നു. അതെന്തായാലും നമുക്ക് അടുത്ത പ്രാവശ്യം എന്തായാലും നമ്മൾ സെറ്റാറില്ല. അപ്പൊ ഞാൻ വിട്ട ഇത് കാണിച്ചെടുക്കട്ടെ. എനിക്ക് നല്ല സങ്കടമുണ്ട്. പാവാതെ അല്ലെങ്കിൽ സങ്കടം വിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അതിനെ വെട്ടാനും കൂടി പോകണം. എങ്ങനെയാണാവോ? നമുക്ക് വെട്ടാം. നല്ല കട്ടിയിലാണത്. ഓ, വെട്ടാൻ പറ്റും. അമ്മയുടെ സഹായം ചെറുതായിട്ട് വേണ്ടി വരും. ഞാൻ അമ്മേനെ സഹായിക്കാൻ വിളിക്കുന്നു. ചെയ്തോളൂ. അപ്പോൾ അങ്ങനെ ഞാൻ വെട്ടണേ. ഞാൻ വെട്ടി ഇത്തിരി പശുതോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞും തിന്നും പോകും. ഓ, അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണത് നോക്കട്ടെ. അയ്യടാ, നല്ല രസമുണ്ടല്ലേ. വിഷു എന്ത് ഭംഗിയ നോക്കി. ആ സോസൊക്കെ ഇട്ടിങ്ങനെ കാണാൻ തന്നെ എന്ത് ഭംഗിയാ നോക്കി. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതിന് നമ്മൾ വീണ്ടും സങ്കടപ്പെടുത്തിയിരിക്കുന്നു. ഇതൊന്ന് കൂട്ടി വെച്ച് നോക്കിയപ്പോൾ വീണ്ടും അങ്ങനെ തന്നെയാവും. നല്ല രസമല്ലേ? ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ തിന്നാൻ പോവാണ്. സങ്കടപ്പെട്ടിരിക്കുന്നതിനെ 2 കഷ്ണമാക്കിയിരിക്കുന്നു. ഓക്കെ, അതിൻ്റെ ഈ ഭാഗം കാണിച്ച് എന്ത് രസമാണ് നോക്കിയേ. അയ്യോ, നല്ല രസമുണ്ട്. കാണാൻ രസമുണ്ട്. ടേസ്റ്റ് എന്താവും നോക്കട്ടെ. കാണാനൊക്കെ നല്ല രസമുണ്ട്. ടേസ്റ്റ് ആക്കട്ടെ. സന്തോഷമായിട്ട് കഴിയാം.
ബട്ടറിന്റെ പോലും ആവശ്യമില്ല. ഈ സാധനം കേട്ടോ മറ്റേ സോസ് അത് കുറെ ഒഴിച്ചോണ്ടേ നല്ല ക്രീം പോലെ നല്ല ടേസ്റ്റ്. മുട്ട എടുത്താ മുട്ട കിട്ടിയ ഓ എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. എന്ത് ടേസ്റ്റാ. ഞാൻ കൂടുതൽ അത് ഒഴിച്ചത് അതുകൊണ്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും കൊടുക്കും. പൊട്ടിച്ച് നോക്കാം. ഓക്കെ അമ്മ വന്നോളൂ. ഞാൻ കഴിയണം മുറിച്ച്. അതങ്ങനെ മുറിക്കണം വേണ്ട. പിന്നെ എങ്ങനെയാ? നമുക്ക് ഇങ്ങനെ നേരെ മുറിക്കാം. അങ്ങനെ എങ്ങനെ? ആ അങ്ങനെ മുറിക്കാം. കണ്ണിൻ്റെ നടുവിൽ കൂടെ അങ്ങനെ ഇതാ മുറിച്ചിരിക്കുന്നു. പക്ഷേ നോക്കട്ടെ നോക്കട്ടെ. അമ്മ ഇത് നോക്കി ശരിക്കും ചീസ് വെച്ച പോലെ നോക്കിയ മുട്ട എന്താ ഇപ്രാവശ്യം അമ്മ നോക്ക് വേണോ? അല്ലെങ്കിൽ ഞാൻ തന്നെ കാട്ടാം. എനിക്കെന്നെ ആദ്യം തരും. ഓക്കെ നോക്കാം. വിളിച്ചോളൂ ക്യാമറ. ടേസ്റ്റ് അങ്ങനെയാണ്. പക്ഷെ 3 എങ്ങനെയാണെന്ന് അറിയാം. 3 ഇത്തിരി ബാക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കി ഞാൻ തിന്നാൻ പോവാണ്. പൊക്കി പിടിച്ച നല്ല ഭംഗിയുണ്ട് കാണാൻ. അതങ്ങനെ തോന്നില്ല. ഇത് പക്ഷെ ശരിക്കും ചീസ് വെച്ച പോലെ. ആ നന്നായിണ്ട്. നല്ല ഭംഗിയുണ്ട്. അപ്പം എന്തായാലും അന്നത്തെ വീഡിയോ ഇത്ര ആളോ ഇതെല്ലാവർക്കും കൊടുക്കണം. അപ്പം എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് എന്തായിരിക്കും. അപ്പോഴേക്കും എല്ലാവർക്കും ബൈ.